സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ മട്ടന്നൂർ മണ്ഡലത്തിന് മികച്ച പരിഗണന 270 കോടിയോളം രൂപയാണ് മണ്ഡലത്തിന് അനുവദിച്ചത്. മണ്ഡലത്തിൽ ഒട്ടേറെ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ 270 കോടിയോളം രൂപയാണ് മട്ടന്നൂർ മണ്ഡലത്തിന് അനുവദിച്ചത്. തില്ലങ്കേരി ഇന്റർനാഷണൽ യോഗ സെന്ററിനാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത്. 50 കോടി രൂപയാണ് ഇന്റർനാഷണൽ യോഗ സെന്ററിന് അനുവദിച്ചത്. ഉരുവച്ചാലിൽ നിർമ്മാണം നടക്കുന്ന കൾച്ചറൽ സെന്ററിന് 45 കോടിയും പൊറോറ പെരുമണ്ണ് കടവിന് പാലം നിർമ്മിക്കാൻ 32 കോടിയും അനുവദിച്ചു. ഇരിക്കൂർ പാലം നിർമ്മാണത്തിനും മട്ടന്നൂർ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിക്കും തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിൽ ചിത്രവട്ടം മച്ചൂർമല ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിക്കും 20 കോടി രൂപ വീതവും വകയിരുത്തി. കാഞ്ഞിറോഡ് കൈത്തറി ഗ്രാമം പദ്ധതിക്കായി 15 കോടി അനുവദിച്ചു. എടയാർ ആലിച്ചേരി റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും പഴശ്ശി ജലസേചന പദ്ധതിക്കും കണ്ടകശ്ശേരി പാലം നിർമ്മാണത്തിനും 13 കോടി വീതവും വകയിരുത്തി. മട്ടന്നൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ലാംഗ്വേജ് ലാബുകളും അത്യാവശ്യമായ ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് 12 കോടി നീക്കിവെച്ചു. മട്ടന്നൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ വിവിധ നിർമ്മാണ പ്രവർത്തനത്തിനും ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും 10 കോടി, കൈച്ചേരി പാലം നിർമ്മാണത്തിന് 9 കോടി, എടയന്നൂർ കാനാട് തെർമൽ കീഴല്ലൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്താൻ 8 കോടി, കൊമ്മേരി ഗവൺമെന്റ് LP സ്കൂൾ, മുതുക്കുറ്റി പൊയിൽ, പാലിയത്ത് വയൽ UP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 8 കോടി, മട്ടന്നൂർ റവന്യൂ ടവറിലേക്ക് മാറുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യവും ആവശ്യമായ സാധനങ്ങളും ലഭ്യമാക്കുന്നതിന് 8 കോടി എന്നിങ്ങനെയും തുക ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചിറ്റാരിപ്പറമ്പ് തില്ലങ്കേരി കീഴല്ലൂർ ടൗൺ നവീകരണത്തിന് 3 കോടി, ശിവപുരം വെമ്പടി കായലൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തലിന് 2 കോടി, തലശ്ശേരി ഇരിക്കൂർ റോഡിന് 2 കോടി, കണ്ണമം ഇടുമ്പ റോഡിന് 2 കോടി, ഉരുവച്ചാൽ ശിവപുരം കാക്കങ്ങാട് റോഡ് 2 കോടി എന്നിങ്ങനെയും പ്രവൃത്തികൾക്ക് തുക ബജറ്റിൽ വകയിരുത്തി. പഴശ്ശി പടിയൂർ ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കും മട്ടന്നൂർ സ്റ്റേഡിയം നിർമ്മാണത്തിനും ആയിത്ര ഗോശാല റോഡ് അഭിവൃദ്ധിപ്പെടുത്തലിനും 1 കോടി രൂപ വീതവും തുക അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.